വെൽക്കം ടു വിദ്യ കൊമേഴ്സ് അക്കാദമി. അടുത്ത ഗെയിനിങ് റേഷ്യോ ആണ്. 2-3 മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് മെത്തേഡ്, എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2. എ റിട്ടേൺസ് ഫ്രം ദ ഫേം. ബി ആൻഡ് സി ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3. Calculate gaining ratio of continuing partners. അപ്പോൾ ഇവിടെ 3 പാർട്ട്നേഴ്സ് ആണുള്ളത്, എ, ബി, സി. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. എ എന്ന് പറയുന്ന ആളാണ് റിട്ടയർ ആകുന്നത്. ബിയും സിയും ഡിസൈഡ് ചെയ്തു ഫ്യൂച്ചർ പ്രോഫിറ്റ് 4:3 എന്ന റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന്. കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. അവരുടെ ഗെയിനിങ് റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. ഇപ്പൊ ന്യൂ റേഷ്യോ 4:3 ആണ്. ഇപ്പൊ 4/7 3/7 ആണ്. അതുപോലെ ഓൾഡ് റേഷ്യോ വരുന്നത് ബിയുടെ സിയുടേതുമാണ് നോക്കേണ്ടത്. അപ്പോൾ 3/10 2/10 ആണ് വരുന്നത്. അപ്പോൾ ബിയുടെ ഗെയിനിങ് റേഷ്യോ കാണാൻ ബിയുടെ ന്യൂ ഷെയർ 4/7 ആണ്. അതിൽ നിന്ന് 3/10 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 19/70 എന്നാണ്. അതുപോലെ തന്നെ സിയുടെ ഗെയിൻ കാണുന്നതിന് വേണ്ടിയിട്ട് 3/7 നിന്ന് 2/10 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നത് 16/70 എന്നാണ്. അപ്പോൾ അവരുടെ ഗെയിനിങ് റേഷ്യോ 19:16 എന്ന് കിട്ടും. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്, ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് മെത്തേഡ്, പി, ക്യു ആൻഡ് ആർ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:2. ആർ റിട്ടേൺസ് ഫ്രം ദ ഫേം. പി ആൻഡ് ക്യു ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ. ഇവിടെ 3 പാർട്ട്നേഴ്സ് ആണ്, പി, ക്യു ആൻഡ് ആർ. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:3:2 ആണ്. ഓൾഡ് റേഷ്യോ ആണ് 4:3:2. ആർ എന്ന് പറയുന്ന ആള് റിട്ടയർ ചെയ്യുന്നു. പിയും ക്യൂവും ഡിസൈഡ് ചെയ്തു ഫ്യൂച്ചർ പ്രോഫിറ്റ് 2:1 എന്ന റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന്. ഇവിടെ ഗെയിനിങ് റേഷ്യോ കാണുമ്പോൾ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ചെയ്യുക. പിയുടെ ഗെയിൻ 2/3 മൈനസ് 4/9 ചെയ്തപ്പോൾ 2/9 എന്നാണ് കിട്ടിയത്. എന്നാൽ ക്യൂവിൻ്റെത് 1/3 മൈനസ് 3/9 ചെയ്തപ്പോൾ 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് മാത്രമേ ഗെയിൻ വന്നിട്ടുള്ളൂ. അപ്പോൾ 0 കിട്ടുമ്പോൾ ആൻസർ തെറ്റിപ്പോയി എന്ന് വിചാരിക്കരുത്. ഗെയിൻ ഉള്ളവർക്ക് മാത്രമേ ഗെയിൻ കിട്ടത്തുള്ളൂ. 0 കിട്ടിയാലും ആൻസർ ശരിയാണ്. അപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ 2 മെത്തേഡിലും ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പോൾ 2 പേർക്കും ഗെയിൻ ആണ് കിട്ടിയത്. എന്നാൽ സെക്കൻഡ് മെത്തേഡിൽ ഒരാൾക്ക് ഗെയിനും ഒരാൾക്ക് ഗെയിൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് 0 കിട്ടിയിരിക്കുന്നത്.